അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സബാഖേർ. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പരിശുദ്ധ റംസാനിൻ്റെ 29ാമത്തെ ദിവസമാണ് കിട്ടുന്നത്. നാട്ടിലാണെങ്കിൽ 28. ഇനി 29 ഉള്ളൂ കിട്ടുക, 30 കിട്ടൂലേ, 30 കിട്ടുമോ, 29 മതി, അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇൻഷാ അല്ലാഹ് 30 കിട്ടേണ്ടതെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നോമ്പും കൂടിയല്ലേ, ഇപ്പോൾ ഏതായാലും ഇപ്പോൾ 29 നോറ്റില്ലേ, ഒരെണ്ണം കൂടിയാൽ നോറ്റാലോ, പ്രശ്നമില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു വീഡിയോൻ്റെ ബാക്കി, അതായത് നമ്മൾ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്? 3 കിലോനാണ് ഒരാൾക്ക് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് കിട്ടും. അത് ആ നാട്ടിലെ ഭക്ഷണം എന്താണെങ്കിൽ, ഇപ്പോൾ നമ്മളൊക്കെ അരിയാണ് കൊടുക്കുക. അരി ഇപ്പോൾ നമ്മൾ വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് അരി. ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നമ്മളുടെ ബിരിയാണി അരികൾ, നാട്ടിലാണെങ്കിൽ നമ്മളുടെ പുഴുങ്ങല്ലരി അല്ലെങ്കിൽ മറ്റുള്ള അരി, അങ്ങനത്തെ ആ ഭക്ഷണം എന്താണോ നാട്ടിലെ ഭക്ഷണം വെച്ചെങ്കിൽ അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഒരു 3 കിലോ, 2,800 എൻ്റെ കണക്ക്. പക്ഷേ ഈ അരികളുടെ ഭാരം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകൊണ്ടാണ് അത് 3 കിലോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ആ ഒരു വസ്വാസം ഉണ്ടല്ലോ, തികയോ അത് മതിയില്ലേ എന്നുള്ള ആ ഒരു സംശയം തീർക്കുക. അതാരാണ് കൊടുക്കേണ്ടത്? നമ്മളുടെ ഒരു കുടുംബത്തിൻ്റെ നാഥൻ, അദ്ദേഹം കുടുംബത്തിന് ചിലവിന് കൊടുക്കുന്ന എത്ര ആളുകളുണ്ടോ അവരുടെയൊക്കെ ഇയാൾ കൊടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കണക്ക് വരുന്നത് വെച്ചാൽ, പെരുന്നാളിൻ്റെ ദിവസം പകലും അന്നത്തെ രാത്രിയും ഉള്ള ഭക്ഷണത്തിൻ്റെ കഴിച്ച് ബാക്കിയുള്ള ചിലവിനുള്ള സംഖ്യ, അതായത് അതിൻ്റെ ഇത് നീക്കിപ്പിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ കൊടുക്കൽ നിർബന്ധമാണ്. അത് ആർക്കാണ് കൊടുക്കേണ്ടത്? മിസ്കീന്മാർ, അതുമാതിരി പാവപ്പെട്ട യതീമുകൾ, പാവപ്പെട്ട വിധവകൾ, അതുമാതിരി മുസാഫിർ, അതായത് യാത്രക്കാർ, അങ്ങനെ കുറച്ച് ഗണത്തിൽപ്പെട്ട ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ആരും മറക്കണ്ട. കൃത്യമായിട്ട് തന്നെ ആ ഒരു കർമ്മം നിർവഹിക്കണം. അത് നമ്മളിൽ നിർബന്ധമായ ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് മറക്കണ്ട. പലർക്കും അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചോളി, എന്താണെന്ന് ചോദിച്ച് പറഞ്ഞുതരാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ എന്നെ പേഴ്സണലായിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിലോ അറിയിച്ചാൽ നല്ല മറുപടി ഒക്കെ തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും റാഹത്തിലായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലതിനെ ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.